ഹലോ. എന്താടി? കുറവില്ലേ? അപ്പം മരുന്ന് മേടിച്ചിട്ടോ? വരുമ്പോൾ സമ്മതിച്ചോ? അവള് കാരണം മിറ്റം തൂക്കുന്നു. എന്നാ ശരി. ശരി, ഓക്കെ. ആരമ്മ വിളിച്ചത്? ായിരുന്നടി, അവൾക്ക് പനി കുറവില്ലെന്ന് അവൾ ഇങ്ങോട്ട് വരുന്നെന്ന്, അതിന് വേണ്ടി വിളിച്ചതാ. വരുവാണെന്നാണോ പറഞ്ഞേ? ശരി, ഇങ്ങോട്ട് വരുന്നെന്ന് പറയാൻ വിളിച്ചതായിരുന്നു. അമ്മേ, മോള് വന്നോ? പനി? എന്നാ മോള് കയറി വാ. പോയി റെസ്റ്റ് എടുക്ക് നീ. അമ്മേ, പനി ഇച്ചിരി കുറവുണ്ട്. ഇപ്പം അമ്മയെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു സമാധാനം ഉണ്ട്. കുഴപ്പമില്ലമ്മേ, മരുന്നൊക്കെ ഉണ്ട് കയ്യിൽ. അമ്മേ, നാത്തൂൻ എന്ത് ചെയ്യമ്മേ? നാത്തൂൻ അവിടെ ഉണ്ട്. ചെല്ല്. നടി ചായയും ബിസ്ക്കറ്റും കുടിക്കും, എന്നിട്ടും കഴിക്കാനുള്ള മരുന്നോട് എടുത്ത് കഴിക്കും. ഇപ്പം എങ്ങനെയുണ്ട് പനിയൊക്കെ? കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റി നാത്തൂനെ തല ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് നിൽക്കുന്നത്? 2 ദിവസമായിട്ട് എന്താ നിർത്തില്ല, ഭയങ്കര തലവേദനയും തൊണ്ടയ്ക്ക് വേദനയാണ്. അല്ലാതെ കുഴപ്പമൊന്നും. തലവേദനയായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകല്ലായിരുന്നോ? വെച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നല്ലോ, ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി കാണിക്കല്ലായിരുന്നോ? അത് ചിലപ്പോൾ മഞ്ഞിൻ്റെ ഒക്കെ ആയിരിക്കും, ഈ കാലാവസ്ഥയൊക്കെ മാറിയതിൻ്റെ ആയിരിക്കും. അതങ്ങ് മാറുമായിരിക്കും. വിക്സ് വാക്സോയിലും ഒക്കെ പിന്നെ ഞാൻ 2 വട്ടം ആവിയൊക്കെ പിടിച്ചായിരുന്നു. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, അതങ്ങ് മാറുമായിരിക്കും. ഇന്നലെ തൊട്ട് ഞാൻ അവളോട് പറയുന്നുണ്ട് ആശുപത്രിയിൽ പോയെന്ന് കാണിക്കാം. അവൾ പോകാൻ കൂട്ടാക്കണ്ടേ? അവൾ കുറയുമെന്ന് പറഞ്ഞ് ഇരിക്കുക, ഇങ്ങനെ ആവിയും പിടിച്ച് ആക്സോയിലും മണപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 2 ദിവസം കൊണ്ട് പറയുന്നു തലവേദനയാന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ആശുപത്രിയിൽ ഒന്ന് പോയി കാണിക്കാനെന്ന്. അവൾ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുക. എന്നാലും നാത്തൂനെ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കുന്നത് നല്ലതല്ലേ? ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യമില്ലടി. എന്താ ചുമ്മാതെ എന്തെങ്കിലും ഒരു ചെറിയ തലവേദന പനി കാണുമ്പോൾ എന്തോ ഹോസ്പിറ്റലിൽ പോകാനാ? അത് കുഴപ്പമില്ലടി, അതങ്ങ് മാറിക്കോളും. നീ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കും, എന്നിട്ട് നിന്റെ ഗുളിക എടുത്ത് കഴിക്കാൻ നോക്കും. ഞാൻ എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ അപ്പോഴത്തേന് ചെയ്യട്ടെ. 2 ദിവസം കഴിഞ്ഞ് ഹലോ. ആടി, നിന്റെ പനിയൊക്കെ എങ്ങനെയുണ്ട്? പനി അങ്ങോട്ട് ചൂടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചൂടാവുന്നുണ്ട്. ഭയങ്കര ക്ഷീണമാണ്, അങ്ങ് മാറുന്നില്ല അങ്ങോട്ട്. എന്നാ നീ വരുന്നത്? ഞാൻ എൻ്റെ അസുഖമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടൊക്കെ ഞാനങ്ങ് വരാം. അയ്യോ, നീ എന്തോ പറച്ചിലടി പറയുന്നത്. എന്നെ ബുദ്ധിമുട്ടെന്നറിയോ ഇവിടെ? അത് 2-3 ദിവസത്തെ കാര്യം കൂടെ. ഇത് ഓഫീസിൽ പോകുന്ന പിള്ളേരെ ഒരുക്കി വിടുന്നൊക്കെ എന്നാ പണിയാന്നറിയോ? നീ വന്നേ പറ്റത്തുള്ളൂ നാളെ തന്നെ. ഒന്നും പറഞ്ഞാൽ നടക്കത്തില്ല, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ ഞാൻ 2-3 ദിവസം കൂടെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. എടി, എന്നാലും അങ്ങനെ അടി പിള്ളേരുടെ കാര്യമൊക്കെ എന്നാ ബുദ്ധിമുട്ടെന്നറിയാവോ? അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവിടെ വന്നു കഴിഞ്ഞ് ജോലി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങ് വയ്യാഴികയാകും. ഞാൻ 2 ദിവസം കൂടെ കഴിഞ്ഞങ്ങ് വരാം. ഓക്കെ അടവ് പിടിച്ച് അവിടെ ഇരിക്കുക. ശരി. വർത്താനം പറയുന്നത് മോളെ വിളിച്ചത് അത് അച്ചായനായിരുന്നു അമ്മേ. ചെല്ലാനെന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെല്ലത്തുള്ളെന്ന് പറഞ്ഞായിരുന്നു. ഇത് നല്ല കൂത്തായല്ലോ, നിന്റെ പനിയൊക്കെ കുറഞ്ഞല്ലോ, ഇനി നിനക്കങ്ങ് പോകരുത്. അവന്റെ കാര്യങ്ങളും അവിടെ കഷ്ടത്തിലാന്ന് അവൻ പറഞ്ഞില്ലേ? അതെന്താ അമ്മേ, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അമ്മ അങ്ങ് മടുത്തോ? നിന്നെ കൊണ്ട് മടുത്തിട്ടാണോ ഞാൻ പറയുന്നത്? നീ ഇപ്പൊ ഇവിടെ വന്ന് കിടന്നു, അവിടെ കുഞ്ഞുങ്ങളുടെ കാര്യവും അവന്റെ കാര്യവും അവന്റെ അമ്മയൊക്കെ അവിടെ വയ്യാതിരിക്കുന്നതല്ലേ? അതുമല്ല, നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ തന്നെ എന്തെല്ലാം പറയും. എത്ര ദിവസമായി വന്നിട്ട്? കരുതാനാ? ഇപ്പൊ എനിക്ക് വയ്യാത്തതിന് ഞാൻ എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആരെന്തോ കരുതാനാ? ഒലക്കേടെ മൂട്. നീ ഒരു ചെറിയൊരു ഇത് കാണുമ്പോ തൊട്ട് ഫോൺ വിളിച്ച് ബാക്കിയുള്ളവരെ ടെൻഷൻ അടിപ്പിക്കും. വരുവാന്ന് പറഞ്ഞു വർത്താനം പറയുന്നോള്. അവക്ക് വയ്യെങ്കിലുവേ നിന്റെ കാര്യം കൂടെ നോക്കേണ്ട അവസ്ഥയായി പോയി അവക്ക്. ഞാൻ എളുപ്പം അങ്ങ് പോവാ, തീർന്നില്ലേ? അമ്മയ്ക്ക് ഇവിടെ ഞാൻ നിൽക്കുന്ന ഇപ്പം ബുദ്ധിമുട്ടാന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ അങ്ങ് പോവാ, തീർന്നില്ലേ കാര്യം? പണ്ടത്തെ ആൾക്കാർ പറയുമായിരുന്നേ, താങ്ങാൻ ആളുള്ളിടത്തെ തളർച്ചയുള്ളതെന്ന്. ഇപ്പൊ നിനക്ക് താങ്ങാൻ ആളുള്ളത് കൊണ്ടാണ് നിനക്ക് തളർച്ച തോന്നുന്നത്. അവള് കണ്ട അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കണ്ടില്ലേ? അവൾ വയ്യാതെ അവളെ വയ്യെന്ന് പറഞ്ഞ് അവൾ മാറിയിരിക്കുവാണ് ചെയ്യുന്നത്. നീ നിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ നോക്കാൻ നോക്ക്. പൊന്നുമോൾ പോകാൻ നോക്ക്.
വേണ്ട തേങ്ങ ഇട്ടതും അതുപോലെ നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയ കോല പഴുത്ത അവിടെ ഇരിപ്പുണ്ട്. അതിൽ വേണമെങ്കിൽ ഇച്ചിരി എടുത്തോണ്ട് പോകാൻ നോക്കും പോകുന്ന വഴി. ഇപ്പൊ മനസ്സിലായി അമ്മയും മരുമോളും ഒറ്റ കെട്ടായി എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. ഞാനങ്ങ് പോവാന്ന് പറഞ്ഞില്ലേ, ഇനിയും പറയണ്ട കൂടുതൽ.